ഞാനേ ചെറിയൊരു സങ്കടകരമായ കാര്യം പറഞ്ഞിട്ട് തുടങ്ങണേട്ടാ. എന്റെ വീടിന്റെ അടുത്ത അങ്കനവാടിയിലെ ചെറിയ ഉണ്ണികൾക്ക് കടന്നലിലെ ചെറിയ തോതിൽ കുത്തേറ്റു. അവിടെ ആശാവർക്കറായ ശോഭേച്ചിക്കാണ് നല്ല രീതിയിൽ കുത്തേറ്റാട്ടാ. നോക്കി വലിയ കൂടാണ് അവിടെ നിൽക്കണേ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശ്രദ്ധിക്കണം, അതില്ലാതാക്കണട്ടാ. ഹലോ പ്രിൻസിക്കാണേ, നമുക്ക് വീഡിയോയിലേക്ക്. ഇന്ന് കറണ്ട് പോയപ്പോൾ ഞാൻ വീട്ടിൽ നേരത്തെ ഇട്ടു. അതുകൊണ്ട് സുന്ദരകരമായ ഒരു കാഴ്ച കാണാൻ പറ്റി. അടുപ്പിൽ ചോറ് തിളയ്ക്കണം. അമ്മ രാവിലത്തെ കറിക്കുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കട്ടാ. എല്ലാ അമ്മമാരും സമ്മതിക്കണട്ടാ. എത്ര നേരത്തെ അവരെ എനിക്കണേ. ഞാൻ രാവിലെ നേരത്തെ എന്നിട്ട് അമ്മേനെ കുറച്ച് സഹായിക്കാന്ന് വിചാരിച്ചു. നാളികേരം പൊതിച്ചു കൊടുക്കാന്ന്. അങ്ങനെ രാവിലെ ക്യാപ്റ്റന്റെ വീട്ടിൽ പോയിട്ടാ. ഞാൻ കൊടുത്ത താറാക്കുട്ടികളൊക്കെ വലുതായി ഉഷാറായി. തിരിച്ചു വരുമ്പോൾ ആമിമ എന്നെ നോക്കി നിക്കണു. അംഗനവാടിക്കുള്ള മടിക്കായിട്ട് എന്റെ ഒക്കത്ത് കയറി നിക്കാള്. നേരെ നമ്മുടെ പയ്യനും കിട്ടിട്ട് തിരിവേണ്ട പടറങ്ങല്ലേ, നേരെ സിനിമയ്ക്ക് വിട്ടു. അങ്ങനെ വടക്കാഞ്ചേരിക്ക് പോട്ടാ. അവന്റെ ക്യാമറയ്ക്ക് നോക്കണില്ല, അവര് ഇൻട്രോവേട്ടാ. അങ്ങനെ തിയേറ്ററിലെത്തി. അത്യാവശ്യം തിരക്കുണ്ടാ പടത്തിന്. അങ്ങനെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് നോ ലോജിക്കുന്നിട്ടാ. പടം അങ്ങനെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാട്ടാ. പടത്തിന്റെ നമ്മുടെ മണിച്ചേട്ടന്റെ റെഫറൻസുള്ള പാട്ടൊക്കെ സൂപ്പർ തന്നെ ഉണ്ട്. ഇൻട്രോയിൽ വരെ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഓക്കെയാണ് ഒരു വിധത്തിൽ. സെക്കൻഡ് ഹാഫ് എനിക്ക് പേഴ്സണലി ദഹിച്ചില്ലാട്ടാ. ഇതിൽ വന്ന ക്യാരക്ടറോളൊക്കെ അടിപൊളിയുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല. അങ്ങനെ കുറെ നാളായിട്ടാ വണ്ടി ഒന്ന് വാട്ടർ സർവീസിന് കൊടുത്തിട്ട്. ഞാൻ തന്നെയാണ് എന്റെ വണ്ടി കഴുകാറ്. പക്ഷെ ഒന്ന് മാറ്റി പിടിച്ചു. ബൈക്ക് സർവീസ് ചെയ്തിട്ട് കുറച്ച് സമയം എന്ന് പറയുമ്പോൾ തൊട്ട് ഫ്രണ്ടിലെ കഫേ ബോക്സിലോട്ട് 2 ലൈമ കുടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ സെൽഫ് സർവീസ് ആട്ടാ. നമ്മൾ അവിടെ പോയിട്ട് ഓർഡർ കൊടുക്കണം. ഇവിടെ അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാട്ടാ. ഇരിക്കാനുള്ള സെറ്റപ്പും ലൈമ വന്നിട്ടാ. അങ്ങനെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയിട്ടാ. പുത്ത വണ്ടി പോലെ അയക്കുന്നുണ്ട് അവര്. അങ്ങനെ വീണ്ടും അവിടെ എത്തി. ബബ്ബയുടെ സിനിമാ കഥ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേർക്ക്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, അംഗനവാടി അടുത്ത കടന്നിലോട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം കേട്ടാ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.